നമസ്കാരം. നമ്മുടെ LGS എക്സാം വന്നിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എക്സാം വരുന്നത് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ്. അപ്പോൾ എക്സാം ഹാളിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് ഓരോ വീഡിയോയ്ക്കും ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് വരുന്നത്, ഓരോ എക്സാമിന് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യേണ്ട എന്നുള്ളത്, എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത് നമുക്കത് നോക്കേണ്ട കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം, ഓരോ എക്സാം PSCയുടെ കഴിയുമ്പോഴത്തേക്കും പുതിയ കാര്യങ്ങൾ അവർ ചേഞ്ച് ചെയ്യുന്നു. ഓരോ എക്സാമിനും പുതിയ കാര്യങ്ങൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മ്യൂസിയം അറ്റൻഡൻറ്റിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. 5-ാം തീയതി ആയിരുന്നു എക്സാം. മ്യൂസിയം എക്സാമിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ സിമ്പിളെന്ന് തോന്നി, എന്നാൽ കുറേ നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമിന് ശ്രദ്ധിക്കണം. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുന്ന ചോദ്യങ്ങളുണ്ടാവും, ചില ചോദ്യങ്ങൾ. അപ്പോൾ മ്യൂസിയത്തിൻ്റെ എക്സാം അങ്ങനെയായിട്ടാണ് തോന്നിയത്. കാര്യം മ്യൂസിയത്തിൻ്റെ എക്സാമിന് വളരെ കുറവ് വേക്കൻസി ആയിരുന്നു, പക്ഷെ അത് ഒരുപാട് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരുന്നു മ്യൂസിയത്തിൻ്റെ വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സാമിന് ഓരോ എക്സാം കഴിയുമ്പോഴത്തേക്കും PSC പുതിയ പുതിയ കാര്യങ്ങൾ, ഇതിനു മുമ്പേയും PSCയിൽ ഇങ്ങനെയുള്ള ചോദ്യപേപ്പർ വന്നിട്ടുണ്ട്. അതായത് കാണുമ്പോൾ സിമ്പിളെന്ന് തോന്നുകയും എന്നാൽ ചെയ്തു വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് വരികയും ചെയ്യുന്ന ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള കേസ് PSCയിൽ വരാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ കൂടുതൽ എഴുതണം വേണ്ടതെന്നുള്ളതല്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. പിന്നെ എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണമെന്നുള്ളത് എക്സാം ഹാളിൽ ചെന്നിട്ട് അവിടുത്തെ ചോദ്യത്തിൻ്റെ ലെവലൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് പോകരുത്. ഇത്ര ചോദ്യങ്ങൾ ചെയ്യും, 70 എണ്ണം ചെയ്യും, 80 എണ്ണം ചെയ്യും, 100 എണ്ണം ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് പോകേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എത്ര കട്ട് ഓഫ് വരും എക്സാമിന്, 70 വരുമോ, 75 കട്ട് ഓഫ് വരുമോ, ഇല്ലെങ്കിൽ 76 കട്ട് ഓഫ് വരുമോ. ആ ചോദ്യം കാണുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചോദ്യം ഒന്ന് വായിച്ച്, 2-3 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്, ഒരു മിനിറ്റൊക്കെ എടുത്തിട്ട് ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം, ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാം. 100 ചോദ്യങ്ങളും വായിച്ച് നോക്കാം. അപ്പോൾ എക്സാം ഹാളിൽ വെച്ച് തന്നെ ഒന്ന് വായിച്ച് നോക്കാം 100 ചോദ്യങ്ങളും. 100 ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വായിച്ച് നോക്കുക എന്നല്ല, അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഒന്ന് ചോദ്യത്തിൻ്റെ പാറ്റേൺ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ തുടക്കത്തിൽ ഒന്ന് എന്താ പറഞ്ഞ ഭയങ്കര ഈസി ആയിട്ടൊന്ന് തോന്നുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളതിന് പാസ്സാകാൻ വേണ്ട മാർക്ക് കൂടുതലായിരിക്കും. 70-ന് മുകളിൽ, 73-ന് മുകളിലൊക്കെ മാർക്ക് വേണമായിരിക്കും അത് പാസ്സാകാനായിട്ട്. കാര്യം എറണാകുളം ജില്ലയും ആലപ്പുഴയും കോഴിക്കോടും ഒക്കെ വരുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആലപ്പുഴ പൊതുവേ സിമ്പിൾ, കട്ട് ഓഫ് കുറവ് വരാമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാര്യം കഴിഞ്ഞ LDയുടെ കാര്യം പറയാനാണെങ്കിൽ LDയുടെ LGSന്റെ നേരെ തിരിച്ചായിരുന്നു. ഓക്കെ, LGSന് എറണാകുളത്തിന് കട്ട് ഓഫ് കുറവും ആലപ്പുഴയിൽ LDക്ക് ആലപ്പുഴയിൽ കട്ട് ഓഫ് കുറവായിരുന്നു. ഓക്കെ, എറണാകുളം ആലപ്പുഴയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ LDയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ LDക്ക് കട്ട് ഓഫ് കുറവ് എവിടെയായിരുന്നു? കട്ട് ഓഫ് കുറവ് വരുന്നത് ആലപ്പുഴയാണ്. എറണാകുളത്ത് കട്ട് ഓഫ് കൂടുതലായിരുന്നു. LGSന് ആലപ്പുഴയിൽ കട്ട് ഓഫ് കൂടുതൽ, എറണാകുളത്ത് കട്ട് ഓഫ് കുറവായിരുന്നു കഴിഞ്ഞ വർഷത്തെ LGSന്. ഈ വർഷത്തെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ, അതാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ LGSന്റെ LDയുടെ കാര്യം. അപ്പോൾ നമുക്കൊരിക്കലും കോമ്പറ്റീഷൻ കൂടുതലുണ്ടോ എന്ന് കരുതിയിട്ട് അത് കട്ട് ഓഫിൽ അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. കോമ്പറ്റീഷനും കട്ട് ഓഫുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പൊതുവെ കട്ട് ഓഫ് കൂടുതലായിരിക്കുമോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് ഒരു യൂട്യൂബേഴ്സിന് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും എറണാകുളത്ത് കൂടുതൽ കട്ട് ഓഫ് വരാം ആലപ്പുഴയെക്കാളും കോഴിക്കോടിനേക്കാളും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കോഴിക്കോടാണെങ്കിൽ കൂടെ എങ്ങനെ വേണേൽ വരാം, എറണാകുളത്തിൻ്റെ ആലപ്പുഴയുടെ ഇടയ്ക്ക് കട്ട് ഓഫ് വരാം, അല്ലെങ്കിൽ എറണാകുളത്തേക്കാളും കൂടുതൽ കട്ട് ഓഫ് വരാം, അല്ലെങ്കിൽ 3 ജില്ലയിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വേണമെങ്കിൽ കോഴിക്കോട് വരാം. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡിങ് ആണ്, നമുക്ക് എക്സാം കഴിഞ്ഞ് മാത്രം പറയാവുന്ന കാര്യമാണ്. പക്ഷേ എക്സാമിന് മുമ്പേ ഉള്ള കാര്യം എന്ന് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് അവിടെ വെച്ച് തീരുമാനിക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് എടുത്ത് ആ ചോദ്യപേപ്പർ ഒന്ന് വായിച്ചിട്ട് എത്ര ചോദ്യം അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങളവിടെ തീരുമാനിക്കണം. ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് തീരുമാനിച്ച ശേഷം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഭയങ്കര തെറ്റ് വരുമെന്ന് 100% ഉറപ്പുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, തെറ്റുമെന്ന് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ അതൊരിക്കലും അറ്റൻഡ് ചെയ്യരുത്. ഒരു ചോദ്യം ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, മ്യൂസിയം അറ്റൻഡന്റ് ചോദിച്ച ചോദ്യമാണ്, ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ അത് 111 സ്ഥാനം. ഓക്കെ, അപ്പോൾ
ഹങ്കർ ഇൻഡെക്സിൽ 111 ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 111 ഉണ്ട് ഓപ്ഷനിൽ, 80 ഉണ്ട് ഓപ്ഷനിൽ, വേറെയും പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് ഹങ്കർ ഇൻഡെക്സ് എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലും ഒരു തെറ്റല്ല. ഹങ്കർ ഇൻഡെക്സ് എന്താണെന്ന് പോലും അറിയാത്തതെന്നൊരു തെറ്റല്ല. നമ്മളത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അറിഞ്ഞില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടാതിരിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും അത് അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ PSC വന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഈസി, സെക്കൻഡ് സ്റ്റേജ് LGS ടഫ്, തേർഡ് സ്റ്റേജ് ഏറ്റവും ഈസി, ഫസ്റ്റ് സ്റ്റേജിനേക്കാളും ഈസി, ഫോർത്ത് സ്റ്റേജ് എങ്ങനെ വേണേൽ വരാം. വേണമെങ്കിൽ ടഫ് വരാം, ഇല്ലെങ്കിൽ ഈസി വരാം, ഇല്ലെങ്കിൽ ഈസി ആണെന്ന് തോന്നിച്ചിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് വരുന്ന രീതിയിൽ വരാം. നിങ്ങൾക്കല്ല, പൊതുവെ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരാൾക്കല്ല, പൊതുവെ ഈസി എന്ന് തോന്നിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ആകാം. അപ്പോൾ ഇത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കട്ട് ഓഫിനുള്ളിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫിനുള്ളിൽ കയറുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് കട്ട് ഓഫ് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാം ഹാളിൽ വെച്ച് എത്ര അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ തീരുമാനമാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലോട്ടും ജോലിയിലോട്ടും തുടർന്നുള്ള മറ്റ് ജോലികളിലോട്ടും LGSലോട്ടൊക്കെ വെച്ച് കയറി മറ്റ് ജോലികളിലോട്ടും മറ്റ് ഗവൺമെന്റ് ജോലികളിലോട്ടും കയറാനുള്ള കോൺഫിഡൻസ്, മറ്റ് ലിസ്റ്റുകളിലോട്ടും കയറാനുള്ള കോൺഫിഡൻസ് നിങ്ങളെ വരുത്തുന്നത് ആ ഒരു തീരുമാനമാണ്. എത്ര ചോദ്യം അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ള തീരുമാനമാണ്. പിന്നെ വേറൊരു തീരുമാനം കൂടി ഉണ്ട് അതിനകത്ത്. ഒരു ചോദ്യം കാണുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റംപ്റ്റ് ചെയ്യണോ വേണ്ടയോ ആ ചോദ്യം എന്നുള്ളത് ഒരു തീരുമാനമാണ് നിങ്ങളുടെ. അതും കൂടി ശ്രദ്ധിക്കണം. ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക തന്നെ ചെയ്യണം ആ ചോദ്യം. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസിലും പറഞ്ഞ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കാം. ഒരു കാര്യവും മാറ്റം ഞാൻ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലും മാറ്റം ഞാൻ പറയുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വിളിക്കാറുണ്ട്, PYQs ചെയ്തിട്ട് ഉപകാരം ഉണ്ടായി, PYQ ചോദ്യങ്ങൾ ചെയ്തതുകൊണ്ട് തേർഡ് സ്റ്റേജ് എളുപ്പമായിരുന്നു, സെക്കൻഡ് സ്റ്റേജ് എളുപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും തോന്നാം, PYQ പഠിച്ചിട്ട് ഒരെണ്ണം പോലും ചോദിച്ചില്ല. നാച്ചുറലാണ്, അതൊക്കെ പേഴ്സണലാണ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തോന്നാം, ഒരു തെറ്റുമില്ല. പിന്നെ നമുക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലിരുന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് ജോലിക്ക് ഇപ്പം ഒന്നും പോകണ്ട, അല്ലെങ്കിൽ ക്ലാസ്സിലൊന്നും പോകണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ക്ലോക്കിൽ നോക്കാതെയൊക്കെ ഇരുന്ന് പാട്ട് കേൾക്കാം അല്ലേ. അതേപോലെ പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ എക്സാം ഹാൾ ഒരു ടൈം ബോംബ് പോലെയാണ് അല്ലേ. 90 മിനിറ്റ്സിൻ്റെ ഒരു ടൈം ബോംബ് പോലെയാണ് എക്സാം ഹാൾ. അപ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ടൈം ബൗണ്ടായിട്ട് അറ്റൻഡ് ചെയ്യണം, അതായത് സമയത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം പേപ്പർ കൊടുക്കാൻ നേരത്തെ ഒരു ധൃതി വരരുത്. എക്സാം ടഫ് ആണെങ്കിൽ ആ ധൃതി പലയിടത്തും കാണാറുണ്ട്. അത് ഒഴിവാക്കണം. കാര്യം തുടക്കത്തിൽ തന്നെ തുടക്കത്തിലൊരു നോർമൽ ഫേസ് ചെയ്തു പോകാം, ഒരു ആദ്യത്തെ 2-3 മിനിറ്റിൽ ഒരു സ്ലോ ഫേസിൽ ചെയ്തു പോകാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് വെച്ചും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചും ഒരു സ്പീഡിൽ ചെയ്യാവുന്ന സ്പീഡിൽ തന്നെ ചെയ്തു പോകണം. അപ്പോഴും മാറി മാർക്ക് ചെയ്യുകയൊന്നും ചെയ്യരുത്. 5ാമത്തേന് പകരം 6ാമത്തത് കൊണ്ടുപോയി C കറുപ്പിക്കരുത്. 5ാമത്തേന് അടുത്തിട്ട് C ആണെങ്കിൽ തെറ്റിച്ച് 6ാമത്തത് C കറുപ്പിക്കരുത്. അങ്ങനെ ധൃതിയൊന്നും വേണ്ട. പിന്നെ റിലാക്സേഷൻ്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് എക്സാമിൻ്റെ ടൈമിൽ ടെൻഷൻ ഫ്രീ ആയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് ഇനി എഴുതാമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നമല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇരിക്കുന്ന LGS എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ PSC നിർത്തിയിട്ട് ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ പേഴ്സണൽ ഇഷ്ടമാണ്. ആർക്കും ഒന്നും ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാൻ പറയേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് പിന്നെ ഇത് LGS കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ജോലിക്ക് വീട്ടിൽ വരുമാനമൊക്കെ കുറവുള്ളവരായിരിക്കും കൂടുതൽ വരുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലാണ്. വരുമാനമൊക്കെ ചിലപ്പോൾ നമ്മുടെ വരുമാനം ആയിരിക്കും പ്രധാന വരുമാനം വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലിക്ക് പോവാതെ PSC പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കേട്ട് പഠിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും പഠിക്കാം. LGS എക്സാം നാളത്തെ എക്സാം കഴിഞ്ഞാണെങ്കിലും
ഡെയിലി ഒരു നാളത്തെ എക്സാം കഴിഞ്ഞാണെങ്കിൽ ഡെയിലി നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ അരമണിക്കൂറില്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അത് മിനിമം അത് ആവശ്യമാണ്. ഒരു മെയിൻ്റനൻസ് ഡോസ് എന്നൊക്കെ പറയത്തില്ല. മെയിൻ്റനൻസ് ഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അസുഖം മാറാനുള്ള മരുന്ന് കഴിച്ച ശേഷം പിന്നീട് അസുഖം വരാതിരിക്കാൻ ഒരു മരുന്ന് കഴിക്കും. അതാണ് മെയിൻ്റനൻസ് ഡോസ് എന്ന് പറയുന്നത്. അതേപോലെ LGS എക്സാം കഴിഞ്ഞാൽ നിങ്ങളത് കുറച്ച് പഠിച്ച് കൊണ്ടുപോകും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടമാനം നെഗറ്റീവ് വരുത്തി വെക്കരുത്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നെഗറ്റീവ് മാക്സിമം വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, എക്സാം ഹാളിൽ പ്ലാൻ ചെയ്യുക. പിന്നെ പരീക്ഷയുടെ തല ഓവർലോഡാക്കി വെക്കരുത്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തലയിൽ കയറ്റി വെക്കരുത്. കാര്യം ഇപ്പം തന്നെ 3 മാസം 6 മാസവും ചിലവർ 1 വർഷമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അത്രയും ലോങ് ടൈമിൽ LGSന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വരെ വീഡിയോ കാണുന്നുണ്ടാവും. ഇല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ ഫുള്ളായിട്ട് കാണുന്നവരുണ്ടാവും. ഈ യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കി പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത്രയും നാളായിട്ട് പഠിച്ചിട്ട് ഒരു ദിവസം ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും പുതിയ കാര്യങ്ങൾ ബ്രെയിനിലോട്ട് കുത്തിക്കയറ്റാൻ നോക്കരുത്. റെസ്റ്റ് എടുക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ പിന്നെ വേറൊന്നുമില്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ നമ്പർ താഴത്ത് പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. എന്തായാലും ഞാൻ റിപ്ലൈ തരും. ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും റിപ്ലൈ തരും. ഞാൻ ഇന്നെന്തായാലും എത്ര ലേറ്റായിട്ട് മെസ്സേജ് വന്നാൽ ഞാൻ റിപ്ലൈ ചെയ്യും. കാര്യം നാളെ LGS എക്സാമാണ്. എപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിലോ കോളിലോ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് വാട്ടവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരും കൂടി രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അവർ റാങ്ക് ലിസ്റ്റ് വരരുതെന്നൊന്നും ചിന്തിക്കില്ല. അവരുടെ റാങ്ക് ലിസ്റ്റ് വന്നോട്ടെ. നമുക്കൊരു ലിസ്റ്റിൽ ഒരു പൊസിഷൻ മതി. നമുക്കിപ്പോൾ 2ാം റാങ്ക് വന്നാൽ അവർ 5ഓ 6ഓ ഫസ്റ്റോ റാങ്ക് വന്നോട്ടെ, കുഴപ്പമില്ല. മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല പറഞ്ഞാൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ ഒരു ശീലമാക്കുക. മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അറിവ് കൂടും. അത് ഞാൻ പേഴ്സണലി എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാൻ PSC പഠിപ്പിക്കാനും മറ്റ് SCRT ഒക്കെ പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ, ട്യൂഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും കൂടുതൽ കാര്യങ്ങൾ മെമ്മറിയിൽ നിൽക്കാനും മെമ്മറി ഇമ്പ്രൂവ് ആകാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.